എല്ലാവരും സെലിബ്രിറ്റികൾ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പോലും ശ്രമം അത് പണ്ട് മുതലേ ഉണ്ട്. അത് പണ്ട് മുതലുണ്ട്. കാരണം ഇപ്പം നമ്മളിപ്പോൾ കേരളം ഇത്ര മേക്കപ്പ് ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് ബോളിവുഡിനെയാണ്. ബോളിവുഡിൽ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കോപ്പി ചെയ്ത് കേരളത്തിലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. സോ മോസ്റ്റ് ഓഫ് ദ സെലിബ്രിറ്റികളുടെ കയ്യിലും ബോളിവുഡ് ആർട്ടിസ്റ്റുകളുടെ റെഫറൻസുകളും ആയിരിക്കും ഇരിക്കുന്നത്. അത് എന്തിനേറെ കല്യാണ പെൺകുട്ടികളുടെ കൈകളിൽ പോലും നമ്മുടെ കേരളത്തിലെ ബ്രൈഡുകളുടെ റെഫറൻസ് അല്ല കൂടുതലുള്ളതും. ഐശ്വര്യ റായിയുടെ, ദീപിക പദുക്കോണിൻ്റെ, നമ്മുടെ അലിയ ഭട്ടിൻ്റെ, നയൻതാരയുടെ, ഇവരുടെയൊക്കെ റെഫറൻസുകൾ എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഈവൻ ഡ്രസ്സ്, ജ്വല്ലറി, എവറിത്തിങ് അങ്ങനെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പം ഒരു പരസ്യത്തിൻ്റെ ഷൂട്ടിന് പോയാൽ പോലും അവരുടെ റെഫറൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് ബോളിവുഡിലെ ആർട്ടിസ്റ്റുകൾ ചെയ്തിരിക്കുന്ന സ്റ്റൈലുകളായിരിക്കും. നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. സോ നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇവനിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ആ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.